വിദേശത്ത് പോയി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുക, ഇന്ത്യൻ മൂല്യങ്ങളെ ഇല്ലാതാക്കുക, ഇന്ത്യയെ മോശം പ്രതിച്ഛായയിൽ നിർത്തുക, ഇതെല്ലാമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാന ഹോബി. ഈ ഹോബി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊളംബിയയിൽ പോയി ഇന്ത്യക്കെതിരെ, ഇന്ത്യയിലെ അടിസ്ഥാന ഘടകമെന്നൊക്കെ പറയാൻ പറ്റുന്ന ജനാധിപത്യ സംവിധാനത്തിനെതിരെയാണ് ഇപ്പം പരാമർശം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യം വലിയ ത്രട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു. കടന്നാക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് നേരെ എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഒരു സർവകലാശാലയിൽ പോയി തട്ടിവിട്ടിരിക്കുന്നത്. പിന്നെ ഇന്ത്യക്കെതിരെയും പൊതുവെ അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതായത് അടിസ്ഥാനരഹിതമായ കുറേ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഇതൊരു ഹോബിയാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ മുമ്പും ഒരുപാട് പ്രതിപക്ഷ നേതാക്കളുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അവരെല്ലാം ക്രിയാത്മകമായിട്ട് സർക്കാരിനെ വിമർശിക്കും. അതുകൂടാതെ സർക്കാരിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രോസസ്സ് കൂടിയാണ് ഈ ഒരു വിമർശനമെല്ലാം. പക്ഷേ രാഹുൽ അവരിൽ നിന്ന് നേർ വിപരീതമാണ്. രാഹുലിനെ സംബന്ധിച്ച് വിദേശ മണ്ണിൽ പോയിട്ടും രാഹുൽ ഈ പറയുന്ന രാഷ്ട്രീയ വൈരം കാണിക്കുന്നു എന്നുള്ളതാണ്. കാരണം രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഒരു വലിയ ഫ്രസ്ട്രേഷനിലാണ്. കാരണം ഇത്രയും വയസ്സായിട്ട് 55ാമത്തെ വയസ്സിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്നിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം എന്ന ആ ഒരു മോഹം ഇതുവരെ സാക്ഷാത്കരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്. അതായത് അതുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്. കാരണം BJPക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ അത് ഇന്ത്യക്കെതിരെയായി മാറുന്നു. അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ നേട്ടങ്ങളെ പോലും ഇകഴ്ത്തി കാട്ടാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പൊരു അവസരത്തിൽ ഇന്ത്യൻ എക്കണോമി ഒരു ഡെഡ് എക്കണോമി ആണെന്നുള്ള ട്രംപിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻഡോസ് ചെയ്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷനാണ് പുറത്തു വരുന്നത്. അതായത് BJPക്കും നരേന്ദ്രമോദിക്കും എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനാണ് ഇന്ത്യക്കെതിരെയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. കാരണം ആ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ടാണ് ഇത്രയും നിരുത്തരവാദപരമായിട്ട് രാഹുൽ പെരുമാറുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ദക്ഷിണ അമേരിക്കൻ യാത്രയുടെ ടൈമിങ് വലിയ സംശയം ഉളവാക്കിയിരുന്നു നേരത്തെ തന്നെ. ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ചില കോണുകളിൽ നിന്നൊക്കെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ രാഹുൽ വലിയൊരു ആരോപണം ഉന്നയിച്ചു എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത്, അതായത് ഓടിച്ചോരിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ കോടതിയിൽ പോയി തെളിവുകൾ നൽകാനോ കോടതിയെ സമീപിക്കാനോ ഒന്നും രാഹുൽ തയ്യാറല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉണ്ടയില്ലാ വെടികൾ ഇങ്ങനെ പൊട്ടിക്കുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അരാജകത്വം രാഷ്ട്രത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രാഹുലിൻ്റെ ഒരു പ്ലാൻ എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു. അതിനുശേഷം ബീഹാറിലെ വോട്ട് ചോരി യാത്ര നടത്തുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പാണെങ്കിൽ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് രാഹുൽ ദക്ഷിണ അമേരിക്കയിലെ രാഷ്ട്രങ്ങൾ കൊളംബിയയും ബ്രസീലും സന്ദർശിക്കാൻ പോയത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യം വളരെ സംശയമായി തന്നെ നിലനിന്നിരുന്നു. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കൊക്കെ ഇപ്പം അല്പം ഊർജം പകരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കൊളംബിയയിൽ നിന്ന് വരുന്നത്. കൊളംബിയയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പോയ ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൽ തന്നെ അവിടെ ജോർജ് സോറോസിൻ്റെ മകനായ അലക്സാണ്ടർ സോറോസ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ഇപ്പോഴത്തെ പ്രധാന ആളായ അലക്സാണ്ടർ സോറോസ് കൊളംബിയയുടെ വൈസ് പ്രസിഡൻ്റായ ഫ്രാൻസിയ മാർക്വേസുമായിട്ട് ബൊഗോട്ടോയിൽ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സന്ദർശനത്തിൻ്റെ സമയവും ആ സമയത്ത് തന്നെ ജോർജ് സോറോസിൻ്റെ മകൻ അലക്സാണ്ടർ സോറോസ് കൊളംബിയയിൽ ഉണ്ടെന്നുള്ളത് കൃത്യമായി തന്നെയുള്ള ദുരൂഹതകളാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഡാക്കിൽ മാക്സിമം ശ്രമിച്ചു, പക്ഷേ അതിൻ്റെ മുനയൊടിക്കാൻ നമ്മുടെ സുരക്ഷാ സേനയ്ക്കും സർക്കാരിനും സാധിച്ചു. അത് കഴിഞ്ഞ് ഉത്തർപ്രദേശിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതും വില പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ജോർജ് സോറോസിൻ്റെയും മകൻ്റെയൊക്കെ ലക്ഷ്യം അതാണ്. ബംഗ്ലാദേശിലും നേപ്പാളിലൊക്കെ അവരതിൽ വിജയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതും ഇന്ത്യയിലും റെപ്ലിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് അധികാരം നൽകുക എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചും പാശ്ചാത്യ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയിൽ ഒരു വീക്ക് സർക്കാർ വരണമെന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സർക്കാർ. കാരണം മോദിയെപ്പോലെ അടിക്ക് തിരിച്ചടി നൽകുന്ന അല്ലെങ്കിൽ നിലപാട് മോശമായിട്ട് വരികയാണെങ്കിൽ അതേ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ല അവർക്ക് ഇന്ത്യയിൽ വേണ്ടത്. അവർക്ക് വേണ്ടത് ഒരു പാവ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ബെറ്റർ ചോയ്സ് രാഹുൽ ഗാന്ധിയാണെന്നുള്ളത് സുവ്യക്തമായൊരു കാര്യമാണ്. അപ്പോൾ രാഹുലിൻ്റെ ഈ സമയത്തെ സന്ദർശനം, കൊളംബിയയിലെ സന്ദർശനം ശരിക്കും ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു വ്യക്തമായുള്ള അന്വേഷണം തന്നെ ഇത് സംബന്ധിച്ച് വേണമെന്നുള്ള ഒരു ആവശ്യവും വളരെ സജീവമായിട്ട് ഉയരുന്നുണ്ട്.